ഈ ഭൂമിയിലേക്ക് യേശു ഇറങ്ങി വന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മളെ രക്ഷിച്ചുകൊണ്ട് നമ്മളും ആ ക്രിസ്തുവിനെ പോലെ മാറിത്തീരാൻ വേണ്ടിയാണ്, ക്രിസ്തുവിനെ പോലെ പ്രകാശിക്കാൻ വേണ്ടിയാണ് ഈ ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയും, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 5:14 വചനം പറയും, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. നിങ്ങൾ പ്രകാശിക്കേണ്ടവരാണ്. നിങ്ങൾ പാപത്തിൻ്റെ പടികൂടിയിൽ ആയിരിക്കേണ്ടവരല്ല, നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളായിട്ട് ജീവിക്കേണ്ടവരാണ്. ഹല്ലേലൂയ. 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 അപ്പോൾ ഈ സക്കറിയായുടെ പ്രവചനം ഒന്നെടുത്ത്, ലൂക്കായുടെ സുവിശേഷം 1-ാം 68 മുതലുള്ള വചനം നമ്മൾ ഒന്നെടുത്ത് വായിച്ചേ. അത് വചനം പറയുന്നത് ഇങ്ങനെയാണ്: ഇസ്രായേൽ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ, അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചു. തൻ്റെ ദാസനായ ദാവീദിന്റെ ഭവനത്തിൽ നമുക്ക് ശക്തനായ ഒരു രക്ഷകനെ ഉയർത്തി, ആദ്യം മുതൽ തൻ്റെ വിശുദ്ധനായ പ്രവാചകന്മാരുടെ അധരങ്ങളിലൂടെ അവിടുന്ന് അരുൾ ചെയ്തതുപോലെ. അതായത് യേശു ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് പറയുകയാണ്. അരുൾ ചെയ്തതുപോലെ ശത്രുക്കളിൽ നിന്നും, നമ്മെ വെറുക്കുന്നവരുടെ കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ. നമ്മുടെ ശത്രു ആരാണ്? പിശാചാണ് നമ്മുടെ ശത്രു. ഈ ശത്രുവിൽ നിന്ന് രക്ഷിക്കാനാണ് ആര് വന്നത്? ക്രിസ്തു വന്നത്. ബൈബിളിൽ 1 പത്രോസ് 5:8 വചനം പറയുകയാണ്. 1 പത്രോസ് 5:8 വചനം പറയുകയാണ്, അത് നിങ്ങളുടെ ശത്രുവായ പിശാച്. നമ്മുടെ ശത്രു ആരാണ്? പിശാചാണ്. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് നടക്കുക. അതായത് ആരെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കണം, നമ്മൾ ഓരോരുത്തരെയും ഇരുട്ടിന്റെ മക്കളാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവനാണ് ആര്? പിശാച്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ഇരുട്ടിന്റെ പ്രവൃത്തികൾ എന്താണെന്ന് നമ്മൾ നോക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അന്ധകാരത്തിന്റെ പ്രവൃത്തികളുണ്ട്, വെളിച്ചത്തിന്റെ പ്രവൃത്തികളുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഈ പിശാച് ഈ ഭൂമിയിൽ നമ്മൾ ആരെ വിഴുങ്ങണം, ആരെ അന്ധകാരത്തിൽ കൊണ്ടുപോകണം, ആരെ നരകത്തിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്നതാണ് ആര്? പിശാച്. ഹല്ലേലൂയ. എന്നാൽ യേശു വന്നത് എന്തിനു വേണ്ടിയാണ്? ഈ ശത്രുക്കളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ്, ശത്രുവിനെ നശിപ്പിക്കാൻ വേണ്ടിയാണ്. 1 യോഹന്നാൻ 3:8. 1 യോഹന്നാൻ 3:8. അവിടെ യേശു പറയാണ്, അവിടെ വചനം പറയാണ്, യേശു ഭൂമിയിലേക്ക് വന്നത് ശത്രുവിനെ നശിപ്പിക്കാനാണ്, പിശാചിനെ നശിപ്പിക്കാൻ വേണ്ടിയാണ്. വചനം വായിച്ചേ. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് മനുഷ്യപുത്രൻ പ്രത്യക്ഷനായത്. അത് യേശു ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ ലക്ഷ്യം ഈ പിശാചിന്റെ പ്രവൃത്തികൾ എന്ത് ചെയ്യുക? നശിപ്പിക്കുക എന്നതാണ്. ഹല്ലേലൂയ. 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 നമുക്ക് തിരിച്ച് ലൂക്കായുടെ സുവിശേഷം 1-ാം 70 മുതലുള്ള വചനം വായിച്ചേ. ആദ്യം മുതൽ തന്റെ വിശുദ്ധന്മാരായ പ്രവാചകന്മാർ വഴി അരുൾ ചെയ്തതുപോലെ ശത്രുക്കളിൽ നിന്നും, നമ്മെ വെറുക്കുന്നവരുടെ കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കുവാനും, നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യം നിവർത്തിക്കുവാനും. 74. നമ്മുടെ പിതാവായ അബ്രാഹത്തോട് ചെയ്ത് അവിടുത്തെ വിശുദ്ധമായ ഉടമ്പടി അനുസ്മരിക്കുവാനും. അപ്പോൾ 74-ാമത്തെ വചനം പറയാണ്, ശത്രുക്കളുടെ കയ്യിൽ നിന്ന് വിമോചിതരായി നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുൻപിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ സക്കറിയ പറയുകയാണ്, യേശു ഈ ഭൂമിയിലേക്ക് ജനിക്കാൻ പോകുന്നത് ഈ വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റാൻ വേണ്ടിയാണ്. ആര് വഴി? പൂർവ്വപിതാക്കന്മാർ വഴി നൽകിയ വാഗ്ദാനം നിറവേറ്റാണ്. ആ വാഗ്ദാനം എന്താണ്? ശത്രുക്കളുടെ കയ്യിൽ നിന്ന് വിമോചിതരായി നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും, കുറച്ചു നേരം പരിശുദ്ധിയിലും നീതിയിലും ജീവിക്കാനല്ല, എപ്പോഴും അവിടുത്തെ മുൻപിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. 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 യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത് പരിശുദ്ധിയിൽ നമ്മൾ ജീവിക്കണം. അതാണ് യഥാർത്ഥ ആരാധന. അതുകൊണ്ടാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1 മുതലുള്ള വചനം വായിച്ചേ. ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ
വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥ ആരാധന. ഹല്ലേലൂയ, ഒരു ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത് നീ വിശുദ്ധിയോടുകൂടെ ജീവിക്കണം. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് നിന്നെ പരിശുദ്ധനാക്കാനാണ്, നിന്നെ വിശുദ്ധനാക്കാൻ വേണ്ടി, നിന്റെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നിന്നെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് അവൻ ഭൂമിയിൽ മനുഷ്യാവതാരം ചെയ്തത്. ഹല്ലേലൂയ, ഒരു ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.